ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്നാം T20 ഇന്നായിരുന്നു. അപ്പം അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. കായിക വാർത്തകൾക്ക് മാന്യപ്പെട്ടവർക്ക് ഭാഗം നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഇപ്പോൾ ചരിത്ര ജയമാണ് ജയിച്ചത്. ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇന്ത്യയുടെ ബൗളിംഗ് കരുത്തിൻ്റെ മുന്നിൽ സൗത്ത് ആഫ്രിക്ക ചീട്ട് കൊട്ടാരം പോലെ തകർന്ന അണിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ നാണം കടത്തി എന്ന് തന്നെ പറയാം. ഈസി ആയിട്ട് കളി ജയിച്ചു. ഇന്ന് ഇന്ത്യ ജയിച്ചതോടെ പരമ്പരയിൽ ഇന്ത്യ 1-2 മുന്നിലെത്തിയിരിക്കുകയാണ്. ഇനി ടോസ് നേടി ഇന്ത്യ സൗത്ത് ആഫ്രിക്കനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. അങ്ങനെ ടോസ് നഷ്ടപ്പെട്ട് ഫസ്റ്റ് ബാറ്റിങ്ങിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് തുടക്കത്തിലെ ഡീകോക്കിനെ നഷ്ടമായി. ഓപ്പണർമാർ രണ്ടുപേരും പെട്ടെന്ന് പോയത് സൗത്ത് ആഫ്രിക്കനെ ബാക്ക് ഫുട്ടിലാക്കി. പിന്നീട് അങ്ങോട്ട് വിക്കറ്റ് വരിയായി പോകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ സൗത്ത് ആഫ്രിക്കനെ പിടിച്ചു നിർത്തിയത് ഇങ്ങനെ പിടിച്ചു നിർത്തിയ അവരുടെ ക്യാപ്റ്റൻ ഏഡം ആക്രമാണ്. ആക്രമത്തിൻ്റെ 61 റൺസ് ഇല്ലായിരുന്നെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ അവസ്ഥയിലും പരിതാപകരമായേനെ. 7 വിക്കറ്റ് ആകുമ്പോഴത്തെ അവരുടെ മുന്നിൽ 77 റൺസിൽ 7 വിക്കറ്റ് അവരുടെ നഷ്ടമായി. ബോളിങ്ങിൻ്റെ മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. അർഷദീപ്, റാണ, കുൽദീപ്, വരുൺ ചക്രവർത്തി ഇവർക്ക് 2 വിക്കറ്റ് വീതം നേടിയിരുന്നു. ഹാർദിക് പാണ്ഡ്യ 23 റൺസ് വഴങ്ങി 1 വിക്കറ്റും വീഴ്ത്തി. ശിവന്തിയും 1 വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ സൗത്ത് ആഫ്രിക്ക 117 റൺസിന് എല്ലാവരും തന്നെ പുറത്തായി. മറുപടി ബാറ്റിങ്ങിന് 110 വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് അഭിഷേക് ശർമ്മ മികച്ച തുടക്കമാണ് നൽകിയത്. അഭിഷേക് ശർമ്മ 18 ബോളിൽ 35 റൺസ് എടുത്ത് പുറത്തായി. ഇന്നും ഇത്ര ചെറിയ സ്കോറിലും നിരാശപ്പെടുത്തി ഗില്ലും സൂര്യയും. 27 ബോളിൽ നിന്ന് 28 റണ്ണാണ് ഗില്ലെടുത്തത്. സൂര്യ ആവട്ടെ 8 റൺസ് എടുത്തോളൂ. എന്തായാലും കളി ഇന്ത്യ ജയിച്ചു. മലയാളി ആരാധകർക്ക് ഇന്നും നിരാശ. സഞ്ജുവിനെ ഇന്നും കളിപ്പിച്ചില്ല. അപ്പം ഇത്രയാണ് വീഡിയോയിലൂടെ പറയാനുള്ള. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.